എല്ലാവർക്കും സിമ്പിൾ ടിപ്സിലേക്ക് സ്വാഗതം. ഇരട്ടി മധുരം അഥവാ ലിക്വറൈസ് പൗഡറിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് ഞാൻ സിമ്പിൾ ടിപ്സിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഫാബേസി സസ്യകുടുംബത്തിലെ ഒരു വള്ളിച്ചെടിയാണ് ഇരട്ടി മധുരം. മിഠായികളിലും പുകയിലയിലും പ്രത്യേകിച്ച് ചില യൂറോപ്യൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇരട്ടി മധുരം ഒരു സുഗന്ധമായി ഉപയോഗിക്കുന്നു. നാട്ടുവൈദ്യത്തിലും പരമ്പരാഗത വൈദ്യത്തിലും ഉപയോഗിച്ചു വരുന്ന ഇരട്ടി മധുരത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും അമിത ഉപയോഗം പ്രതികൂല ഫലങ്ങൾക്ക് കാരണമായേക്കാം. വാതം, പിത്തം, ചുമ, പനി, ശ്വാസതടസ്സം, അർബുദം, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇരട്ടി മധുരം ഉപയോഗിക്കുന്നു. പ്രധാനമായും ഔഷധക്കൂട്ടുകളിൽ ചേർത്തു വരുന്നത് ഇരട്ടി മധുരത്തിൻ്റെ വേര് ആണ്. ഇരട്ടി മധുരത്തിൻ്റെ അത്ഭുത ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞാലോ? ബുദ്ധിവികാസം. ഇളം ചൂടുള്ള പാലിൽ 1/2 ടീസ്പൂൺ ഇരട്ടി മധുരം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ദിവസവും കുടിക്കുക. അളവ് കുറച്ച് കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ്. തൊണ്ടയടപ്പിന് ഇരട്ടി മധുരം അളവിനെടുത്ത് തേൻ ചേർത്ത് കഴിക്കുന്നത് തൊണ്ടയടപ്പിനും സ്വരശുദ്ധിക്കും നല്ലതാണ്. മുഖസൗന്ദര്യം. ഇരട്ടി മധുരം, പാല്, തേന്, റോസ് വാട്ടർ ഇവയിലേതെങ്കിലും ചേർത്ത് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. കറുത്ത പാടുകൾ മാറി നിറം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. മുടിക്ക് ആരോഗ്യമുള്ള തലയോട്ടി, മുടി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോട്ടീൻ, വിറ്റാമിൻ ബി കോംപ്ലക്സ്, ഫ്ലേവനോയിഡുകൾ അടങ്ങിയ ഒന്നാണ് ഇരട്ടി മധുരം. ചെമ്പരത്തി താളിയാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരം ചേർത്ത് നന്നായി യോജിപ്പിച്ച് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റ് ശേഷം നന്നായി കഴുകിക്കളയുക. ചുമയ്ക്ക് ഇരട്ടി മധുരത്തിൻ്റെ വേര് ചതച്ചിട്ട വെള്ളം കവിൾ കൊള്ളുന്നതും കഷായം വെച്ച് കുടിക്കുന്നതും ചുമയും ജലദോഷവും മാറുവാൻ സഹായിക്കുന്നു. ആർത്തവ പ്രശ്നങ്ങൾക്ക് ഇരട്ടി മധുരത്തിൻ്റെ വേരിട്ട് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിക്കുന്നത് ആർത്തവ സമയത്തെ ശക്തമായ വയറുവേദനയ്ക്ക് നല്ലൊരു പരിഹാരമാണ്. ഇരട്ടി ഗുണങ്ങളുള്ള ഇരട്ടി മധുരം നമ്മുടെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഒരു ഭാഗമാക്കുവാൻ ഇനി ശ്രദ്ധിക്കുമല്ലോ. ഈ വീഡിയോ ഉപകരിച്ചുവെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ നല്ലൊരു സിമ്പിൾ ടിപ്സുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.